കണ്ടില് കിടക്കണ റോഡില് ഇത് റോഡും കടലും ഒന്നിച്ച് കിടക്കിയത്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഞങ്ങൾക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ ആദ്യം പിടിച്ചാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ വരുന്ന എതിർത്ത് തന്നെ റോഡാണ്. മിഞ്ഞാന്ന് വന്നത് ഞങ്ങൾ പെരക്കകത്ത് കൂടെ കയറിയാണ് കടലിൽ വന്ന് പോയത്. ഇതൊക്കെ ഞങ്ങൾ ഈ ചെളി വെള്ളവും കൂടി ആവുകയാണ്. അപ്പൊ ആ നേരം കൊണ്ട് ഞങ്ങൾ ചത്തിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട, ആ കടലിൽ വെച്ച് കഴിച്ചാൽ മതി. എങ്ങനെ പോകും, ഏത് രൂപത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഞങ്ങളെ കടലമ്മ വന്നാൽ ഞങ്ങൾ എന്ത് വേണം പറയും. ഞങ്ങളീ കുഞ്ഞുങ്ങളായിട്ട് എവിടെ കോടണം? 20 വർഷം ഇതുപോലെ സ്ഥലം പോലും ചെയ്തിട്ടില്ല. വീടൊക്കെ തകർന്നു പോയി സാറേ. വീട് മുഴുവൻ പോയല്ലേ? അല്ല, 20 വർഷം ഇതുമ്പോൾ ഒരു കല്ലെടുത്തില്ല. ഈ കല്ല് തന്നെ പിറക്കി മേലോട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ കുറെ വ്യത്യാസം വരും. അതുപോലും ചെയ്യാതെ ഞങ്ങൾ എന്താണെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ടു കൊല്ലം മുമ്പ് കുറെ ചാക്ക് കൊണ്ടിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ചാക്ക് പോവും. അപ്പൊ വൈപ്പിൻ ദ്വീപസമൂഹത്തിൽപ്പെട്ട ഇടവനക്കാട് പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി. ഈ 2.5 കിലോമീറ്റർ ദൂരം ഇവിടെയും നായരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്ന തീരപ്രദേശത്ത്. അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽ ഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല. കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത്. ആ കല്ലെല്ലാം തെറിച്ച് വീണ് കിടക്കുകയാണ്. അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും. അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. കരിങ്കല്ല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അവർക്ക് പോകാൻ പറ്റുന്നില്ല, കടലിൽ പോകാൻ പറ്റുന്നില്ല. 2 മത്സ്യലഭ്യത വളരെ കുറവാണ്. 3 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്താണ് 25 രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ആ 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്ത് 25 രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് 120 രൂപ മുതൽ 140 രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക്. അപ്പോഴും സബ്സിഡി 25 രൂപയാണ്. തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ഇവിടെ ജീവിതം ദുരിതമാണ്. അതിൻ്റെ മീതെയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും. അവരുടെ വീടിനകത്താണ് വെള്ളം. വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. അപകടമാണ്. ഇത് ഗൗരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും. ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട അയൽ നിയോജകമണ്ഡലം കൂടിയാണ്, സഹോദരങ്ങളാണ്. അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും.